എന്താ അത്? എന്തിനാ അത്? എന്തിനാ അങ്ങനെ പല്ലി തേക്കുന്ന എണ്ണ? സൂപ്പർ. ഹലോ ഗൈസ്, ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതാ ഒരു ഫ്രീ ആയിട്ടൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഇടുന്നത് അവരുടെ കല്യാണം വരെ കഴിഞ്ഞിട്ടാണ്. എന്തിനാണ് മടിയുടെ കൂടുതൽ തന്നെ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാം കൂടെ രാവിലെ ഇവിടെ കുത്തിയിരിക്കലായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് സ്മൃതിയും വന്നിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അതിന് വേണ്ടിയിട്ടാണ് അവളും വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചിപ്സൊക്കെ എടുത്ത് കുത്തി കയറ്റാനായിട്ട് തുടങ്ങി. ഇതാ വന്നോടനെ ചിപ്സ് തിന്നിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതാ ഈ ഇരുന്ന് ഗോഷ്ടി കാണിക്കുന്നതാണ് എൻ്റെ അമ്മയുടെ അനിയൻ്റെ മകൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം അവിടെ കുത്തിയിരുന്നു. പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറിയത് ഞങ്ങൾ രണ്ടും ഒരേ കളർ ഡ്രസ്സ്. ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്, പറഞ്ഞിട്ട് കിട്ടിയൊന്നുമല്ല. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നപ്പോഴത്തേക്ക് ചേച്ചിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മേക്കപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കണ്ണാടിക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ്, ആരാദ്യം ഒരുങ്ങുന്നു. പിന്നെ ഞാൻ കുഞ്ഞല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ തന്നെ ഒരുങ്ങാനായിട്ട് സമ്മതിച്ച് ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നു. പിന്നെ അവൾ മാറിയപ്പോഴത്തേക്ക് ഞാൻ എന്താ റെഡി ആയിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും എന്താ ഈ കുറിപ്പ് ഓടിയെത്തും, ഇനി യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നെ ഒരുക്കിയതൊക്കെ ഇവളാണ്. എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് ഇതാ സ്വന്തമായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ മിന്നുണ്ട്, എല്ലാവരും റെഡിയാകുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യലായിരുന്നു. അങ്കിൾ അപ്പോഴത്തേക്ക് ഓടി വന്ന് ഫോട്ടോ എന്ന് കരുതി പോസ്റ്റ് ചെയ്താൽ, പക്ഷേ ഞാൻ വീഡിയോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞ് വീട്ടിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നാലും കല്യാണ പെണ്ണ് തന്നെ. അങ്ങനെ നമ്മളവിടെ എത്തി. ഞാനും മിന്നോട് എന്തൊക്കെയോ പറഞ്ഞ് ഓഡിറ്റോറിയത്തിലോട്ട് ഓടിച്ചടി പോകുന്നുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഇത് അവരുടെ രണ്ടും ഒരു അടിപൊളി ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സേവ് ദ ഡേറ്റിന് എടുത്ത ഫോട്ടോയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് നേരെ അകത്തിന്ന് നമ്മുടെ പരിപാടി തുടങ്ങി. നേരെ ഒരു ജ്യൂസൊക്കെ എടുത്ത് അതും കുടിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം. ടെൻഷനുണ്ടോ? ഞാൻ ഈ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചത് ഞങ്ങൾ രണ്ടുപേരുമാണ് ആങ്കറിങ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം മിന്നുവിന് ടെൻഷനുണ്ട്, അപ്പോൾ എനിക്കും ചെറുതായിട്ട് ടെൻഷൻ ആവാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ചടങ്ങൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. പിന്നെ അച്ഛൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ അങ്ങനെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ. എന്നെ ഉയർത്തി കുളിച്ചപ്പോൾ തന്നെ എൻ്റെ മേക്കപ്പൊക്കെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ സ്മൃതി അവിടെ നിന്ന് എന്നെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്ന ചെറിയ ഷോകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ഫാമിലി ഫംഗ്ഷൻ ആയാലും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാകും. അത് ആരാകും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കസിൻസ് ടീം തന്നെ. അപ്പോ വധുവിനോടുള്ള സ്നേഹവും സന്തോഷവും ഒരു നൃത്തത്തിലൂടെ പങ്കുവയ്ക്കാൻ വധുവിന്റെ പ്രിയപ്പെട്ട കസിൻസ് ഒരു തകർപ്പൻ ഡാൻസുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഇപ്പം മനസ്സിലായില്ല, ഞാൻ ആദ്യം പൊക്കി പറഞ്ഞ കസിൻസ് ഗ്യാങ് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ പൊക്കി പറയാൻ ഞങ്ങൾക്ക് വേറെ ആരുടെ ആവശ്യമില്ലെന്ന്, അത് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുന്നൊരു ചടങ്ങായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവരെല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോഴും അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കലായിരുന്നു. കാരണം അവിടെ ജ്യൂസ് കലക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാൽ നമുക്ക് ജ്യൂസ് കിട്ടുമല്ലോ. അങ്ങനെ ജ്യൂസ് കുടിക്കാനായിട്ട് നമ്മൾ അവിടെ തന്നെ കറങ്ങി നിന്ന്. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസും കുടിച്ച് നമ്മൾ നേരെ അപ്പുറത്തെ പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് സിംഗിൾസായി നമ്മളവിടെ വിഷമിച്ച് നിന്നു, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അത് കണ്ട് നിന്ന് തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.